ഏക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയ വലിയ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും തിരിച്ചറിയുന്ന ദൈവമക്കൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലരാണ്. ചുറ്റുപാടുകളിലേക്ക് മനുഷ്യൻ നോക്കിക്കഴിയുമ്പോൾ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുതിരയെപ്പോലെ ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, സാമ്പത്തിക മേഖലയിലെ പുതിയ പുതിയ വളർച്ചകളും തളർച്ചകളും, വിദ്യാഭ്യാസ മേഖലയിലുണ്ടാകുന്ന പുതിയ അറിവുകളും വളർച്ചകളും, ആധ്യാത്മിക മേഖലയിലും അങ്ങനെയൊക്കെ തന്നെ. ചുറ്റുപാടുമുള്ള മനുഷ്യരൊക്കെ വന്ന് ധ്യാനം കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ പ്രാപിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചില മനുഷ്യർക്ക് മാത്രം ഇങ്ങനെ തോന്നാറുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം സ്ഥായിയായൊരു മാറ്റം കാര്യമായിട്ടുണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ചിലർ വിഷമിക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ അവരെ ഭാരപ്പെടുന്നത് ചില ദൈവമക്കൾ വന്ന് സാക്ഷിയൊക്കെ പറയുമ്പോഴാണ്. എൻ്റെ മക്കളൊന്നും ആയില്ലല്ലോ, എനിക്ക് വലിയ വീടുണ്ടായില്ലല്ലോ എന്ന ചിന്ത ചില മനുഷ്യരെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ട് വളരെ ആവേശത്തോടെ തിടുക്കം കൂട്ടി പലതും ചെയ്തു കൂട്ടി പരാജയപ്പെട്ട ദൈവമക്കളെയും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ആവേശത്തോടെ എടുത്ത് ബിസിനസ്സിലേക്ക് ആടുന്നു, വളരെ പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി പലതിലേക്ക് എടുത്തിയാടി എല്ലാ മേഖലകളും തകർന്നു പോയവരുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്തിയാടി ജീവിതം തന്നെ തകർന്ന് നിരാശരായവരുണ്ട്. ചിലരിനി പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തവരെയും കാണാൻ സാധിക്കും. യുവതി യുവാക്കന്മാരുടെ ഇടയിലും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അവർ ഇന്ത്യക്ക് വെളിയിൽ നമുക്കറിയാം, വിദേശ മലയാളികളായിട്ടുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റുന്നുണ്ട്. മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ എന്നും പോയി പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായി അവർക്ക് നല്ല മാർക്കൊക്കെ കിട്ടും. അവസാനം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് പിന്നീട് ഒരിക്കലും പള്ളിയിൽ കയറാത്ത ചില ആളുകളെ, ചില യുവാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കുട്ടികളെ വീട്ടിൽ പോയി കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് പോലും അവർ മുഖം തരാതെ മുറിയിൽ കയറി കുറ്റിയിട്ടിട്ടുണ്ട്. കാരണം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു ദൈവത്തെ എനിക്ക് താല്പര്യമില്ല ഇപ്പം, കാരണം ദൈവം എന്നെ കൈവടി. ഇത്തരം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. ചിലർ ചിന്തിക്കുക, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. യേശയ്യാ പ്രവാചകൻ ഇതിന് ഒരു നല്ല ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് വായിക്കാം. യേശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എന്താണ് പറയുന്നത്? നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും ചെയ്യണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ യേശയ്യാ പ്രവാചകൻ പറയുന്ന ഇതാണ്, നിങ്ങളുടെ മുമ്പിൽ ദൈവവും നിങ്ങളുടെ പിൻപിൽ ഇസ്രായേലിനെ നയിച്ച ദൈവം പിൻകാവൽക്കാരനുമായി നിൽക്കുന്ന ഒരു പരുവത്തിന് വേണം ഒരു വിശ്വാസി ജീവിക്കാൻ. ഈ കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക്
ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. ഒന്ന്, എന്നെ ഈ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ നയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. രണ്ട്, ഞാൻ പിന്നോട്ട് വീണുപോയാൽ പിന്നിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ താങ്ങും എന്ന ഉറപ്പ് ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്തിരിക്കണം, ബോധ്യപ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ എന്തു ചെയ്യാവുള്ളൂ, ആ സമയത്ത് മാത്രമേ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ, അമിതമായ തിടുക്കം മൂലം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് വീണുപോകുന്ന അനേകം മനുഷ്യരെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബൈബിളിൽ അമിതമായ തിടുക്കം കൊണ്ട് വീണുപോയ ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം. എന്താണ് അബ്രഹാം? അബ്രഹാം എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് തന്നെ എന്താണ്? വിശ്വാസികളുടെ പിതാവ്. വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിൻ്റെ പേര്. അബ്രഹാം പ്രിയമുള്ളവരെ ജീവിച്ചു. ഉൽപ്പത്തി പുസ്തകം 12 നമ്മൾ കാണുന്നത് അബ്രഹാമും സാറായും ജീവിക്കുന്ന കാലത്ത് അവർക്ക് മക്കളുണ്ടായില്ല. അവർ വൃദ്ധരാകുന്ന കാലത്തോളം അവർക്ക് മക്കളുണ്ടായില്ല. അങ്ങനെ നിരാശപ്പെട്ട് അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദൈവവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ ദൈവം കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കുടുംബത്തിന് മാത്രം എന്തില്ല? മക്കളില്ല. പക്ഷേ ദൈവം അവനോട് പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞത് കേട്ടോണ്ട് എടുത്ത് ചാടി പുറപ്പെട്ട പാർട്ടിയാണ് അബ്രഹാം. എന്തൊക്കെയായിരുന്നു ഓഫർ? ഇപ്പോൾ ഓഫറിൻ്റെ കാലമാണ്. നമുക്കറിയാം, ഏത് പരിപാടി ഉണ്ടെങ്കിലും ഓഫറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഓഫറുണ്ട്. എന്തൊക്കെയാണ് ഓഫർ? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഇതാണ് ഒന്നാമത്തെ ഓഫർ. എന്താണ് ഒന്നാമത്തെ ഓഫർ? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പിള്ളേരുണ്ടാകാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരാളോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പിന്നെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തിലെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇത്രയും ഓഫറുകളാണ് ദൈവം നേരിട്ട് അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഓഫറുകൾ നേടിയെടുത്ത് അബ്രഹാം എന്ത് ചെയ്തു? ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ യാത്ര ചെയ്തു. കുറേ കാലം യാത്ര ചെയ്ത് ഉപ്പൂറ്റി തേഞ്ഞതല്ലാതെ ഈ പറയുന്ന ഒരു കാര്യം നടന്നില്ല. ദൈവം നേരിട്ട് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ശേഷം അബ്രഹാം യാത്ര ചെയ്തു പോയി. ഒന്നും നടന്നില്ല, ഒരു കാര്യവും നടന്നില്ല. അതോടുകൂടി പ്രിയമുള്ളവരെ, അബ്രഹാമിന് വലിയ മനപ്രയാസമായി. അബ്രഹാമിന് മനപ്രയാസം കയറിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിനേക്കാളും ഈ ഏറ്റവും കൂടുതൽ മനപ്രയാസം കേടുന്ന സ്ത്രീകൾക്കാണ്. സാറായിക്കാണ് മനപ്രയാസം ഉണ്ടായത്. സാറ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങളുടെ ദൈവം ഇറങ്ങി വന്ന് ഏതാണ്ടെല്ലാം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ലല്ലോ, വലിയ ജനതയാകുമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോലും നമുക്ക് ഭാഗ്യമുണ്ടായില്ല എന്ന് പറഞ്ഞ് ഈ ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അബ്രഹാമും സാറായും കൂടി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് ആ സാറ പറഞ്ഞു, ഞാനൊരു നല്ല സൂത്രപ്പണി പറഞ്ഞു തരാം. അന്നത്തെ കാലത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രിയമുള്ളവർ. ഇനി അബ്രഹാം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വേദപുസ്തകം തുറക്കാത്ത പാർട്ടികളുണ്ട്. അബ്രഹാം ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെയൊന്നും ചെയ്യാൻ പോകണ്ട. ആ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഭാര്യയ്ക്ക് മക്കളില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു വേലക്കാരത്തിയെ ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു രീതി അന്നിൽ ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല കേട്ടോ, നമുക്ക് ആ രീതിയില്ല.
എന്തായാലും അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായിട്ട് ഈ സ്ത്രീക്ക് തോന്നിയില്ല, സാറായിക്ക്. അതുകൊണ്ട് സാറ പറഞ്ഞു, എനിക്കെന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ ഇതിൽ നിന്നൊരു ദാസിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ആ ദാസിയെ കല്യാണം കഴിച്ച് മക്കളുണ്ടാകട്ടെ, അങ്ങനെ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങനെ നമ്മൾ പോകുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം, അനുഗ്രഹം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ദൈവം പറഞ്ഞൊരു കാര്യം നിറവേറാൻ നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് ദൈവം തന്നെ എല്ലാം നിറവേറ്റിക്കുള്ള സമയമാകും. പ്രിയമുള്ളവർ, എന്ത് ചെയ്തു? ഈ അബ്രഹാം ഒരു വേലക്കാരിയെ കല്യാണം കഴിച്ച് ഇതാ ഒരു കൊച്ചുണ്ടായതോടുകൂടി സാറായിക്ക് ഭയങ്കര സന്തോഷമായി. സാറ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല, ഇങ്ങനെ ആയിരിക്കും ചിലപ്പം. ചില ആളുകളുണ്ട് അങ്ങനെയാണ്. ഇതാ അയലോക്കംകാരൻ്റെ വാഴക്കൊല വെട്ടി നമ്മുടെ വീടിൻ്റെ വാതൊക്കെ കൊണ്ടുവച്ച് വെച്ച് പറയും, ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അടുത്തിരിക്കുന്നവൻ്റെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് അടിച്ചു മാറ്റി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് പറയും, ചിലപ്പോൾ ഒരു പക്ഷേ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ബിസിനസ് നടത്തുന്ന മേഖലയിൽ ചില തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് കുറച്ച് പൈസയെല്ലാം ഉണ്ടാക്കിച്ച് പറയും, ദൈവം എതിലെയാ വഴി തുറക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അബ്രഹാമും സാറായും കൂടി ഇത്തരം ചില സൂത്രപ്പണികൾ കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ചിരിക്കുക. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ വേലക്കാരത്തിയുടെ സ്വഭാവം മാറി. വേലക്കാരത്തി ഇതാ സാറായെ അതികഠിനമായി അവഗണിക്കാൻ തുടങ്ങി, പുച്ഛിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. അതോടുകൂടി സാറായുടെ വിധം മാറി. സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഈ പെണ്ണും പിള്ളയെ എടുത്ത് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് വിഷയമാവും. അങ്ങനെ അവസാനം അബ്രഹാം നിവൃത്തി കെട്ടിട്ട് ഈ പെണ്ണും പിള്ളയെ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് സാറായോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സാറ ഈ പെൺകുട്ടിയെ ഹാഗാർ എന്ന് പറയുന്ന പെണ്ണിനെ പുറന്തള്ളി. അവസാനം കുഞ്ഞിനെയുമായിട്ട് ഇതാ മരുഭൂമിയിൽ പോയി ആ സ്ത്രീ കരഞ്ഞ് നിലവിളിച്ച് ദൈവം അവളെ അനുഗ്രഹിച്ച ചരിത്രം വേറെ. ഒന്ന് ആലോചിച്ച് നോക്കി, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ വിശ്വസിക്കാതിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രിയമുള്ളവരെ, ഇതാ ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഇതാ ആ പദ്ധതികളെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടി. അതിനുശേഷം ദൈവത്തിൻ്റെ സമയം വന്നു. അത് എത്ര കാലം കഴിഞ്ഞാൽ? ഒത്തിരി കാലം കഴിഞ്ഞു. ആ സമയത്ത് ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിന് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞ് വഴി ഇതാ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരുകയും ചെയ്തു. എന്നാൽ തിടുക്കക്കാരനായ അബ്രഹാമും സാറായും പ്രിയമുള്ളവരെ ഇതിനു വേണ്ടി കാത്തിരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കെടുത്തുന്ന 100 കണക്കിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. മക്കൾക്ക് ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോകരുത്. ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഒരു ഏജൻറ്റിനെ കണ്ടു, ഇങ്ങനെ ആയിരിക്കും ദൈവം അനുഗ്രഹിക്കാനിരിക്കുന്നതെന്ന് വിചാരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ കള്ള ഏജൻറ്റിൻ്റെ പുറകെ പോകും, കാശ് പോവുകയും ചെയ്യും. ഇവരെല്ലാം ചൂഷണം ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഒരാൾ പ്രസംഗിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ ഈ ധ്യാനത്തിനകത്ത് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരാൾ വന്നിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ധ്യാന കേന്ദ്രങ്ങളാണ്. ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഭയങ്കരമായിട്ട് കൈകൊട്ടി പാട്ടൊക്കെ പാടി, കൈയൊക്കെ വീശിയൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹതഭാഗ്യരായിട്ടുള്ള നേഴ്സുമാരോ മറ്റുള്ളവരും ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് അവർ പറയും, ഞാനിങ്ങനെ വിസ കൊടുക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോൺ നമ്പർ തരികയാണെങ്കിൽ ഞാൻ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഏതെങ്കിലും അവസരം ഉണ്ടാക്കി തരാമെന്ന് പറയും. അങ്ങനെ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവരെ ഫോണിൽ വിളിക്കും. എന്നിട്ട് പറയും, ധ്യാനം കൂടിയ ആളാണ്, ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അനേകം പേരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അവസാനം പോലീസ് ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഈ ആളെ അറസ്റ്റ് ചെയ്ത് ആ ആൾ ജാമ്യത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി എന്ത് ചെയ്തു? പുള്ളി പിന്നെ ആദ്യം കണ്ടുപിടിച്ച ധ്യാന കേന്ദ്രമാണ്
തൂത്തൂട്ടിയിൽ. അങ്ങനെ പുള്ളി നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്ത് പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വെറുതെ പറഞ്ഞ്, വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ധ്യാന കേന്ദ്രങ്ങളിൽ വരുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കള്ളൻ ആരാന്ന്. അയാളുടെ മുഖത്ത് പെട്ടെന്ന് വ്യത്യാസമുണ്ടായി. 4 മണിക്ക് കാപ്പി കുടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ്, പ്രിയമുള്ളവരെ, ഞാൻ മുറി കയറിയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളി ബാഗ് എടുത്തുകൊണ്ട് അപ്പുറത്തൂടെ സ്ഥലം വിട്ടു. അപ്പോൾ പ്രിയമുള്ളവരെ, ചില ആളുകൾ ഇതുപോലത്തെയുള്ള തട്ടിപ്പിനകത്തും വെട്ടിപ്പിനകത്തും ചെന്ന് ചാടാനിടയായി തീരുന്നതാണ്, ദൈവത്തെ അവർക്ക് കാര്യമായ വിശ്വാസം ഇല്ല. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് പോലും തമ്പുരാനിൽ അത്ര വലിയ വിശ്വാസം ഉറച്ചിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി അവസാനം ആ പ്ലാനുകൾ വഴി അബ്രഹാം ഒത്തിരി മാനസിക വ്യത അനുഭവിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് കുറുക്കു വഴി എന്ന് പറയുന്ന ഒരു വഴി ഇല്ല പ്രിയമുള്ളവർ. ദൈവത്തിൻ്റെ വഴികളെല്ലാം നേരെയുള്ള വഴികളാണ്. അതിന് ചിലപ്പോൾ താമസം നേരിട്ടെന്ന് വരാം. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യണം? കാത്തിരിക്കുന്നവരായി തീരണം. വേറെയുമുണ്ട് കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസിനെ എടുത്ത് പരിശോധിച്ച് നോക്കി. പത്രോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഒട്ടി ഉരുമി നടന്നയാളാണ്. അവസാനം ഒരു ദിവസം പ്രിയമുള്ളവന് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൈ പിച്ചാത്തി ഓരോന്ന് കരുതിക്കോളാൻ പറഞ്ഞു. ഈ മത്സ്യബന്ധനക്കാരൊക്കെ എപ്പോഴും പിച്ചാത്തി കരുതും. എന്തിനാണെന്ന് അറിയാം? മീനെ വെട്ടാനും വിഴിക്കാനും ഒക്കെ. അങ്ങനെ അവരെല്ലാം പിച്ചാത്തിയും വെട്ടുരുവയൊക്കെ കയ്യിലുള്ള സമയത്താണ്. അങ്ങനെ പോകുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി വന്നത്. യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്നതോടുകൂടി കയ്യിലിരുന്ന പിച്ചാത്തി എടുത്ത് എതിരെ വന്നവൻ്റെ ചെവിക്കിട്ട് ഒരൊറ്റ വെട്ടം വെച്ച് കൊടുത്തു. വെട്ടിക്കഴിഞ്ഞപ്പോൾ ചെവിയാണ് പറഞ്ഞ് താഴെ കിടന്നത്, പിടിക്കാൻ വന്നവൻ്റെ. യേശു ക്രിസ്തു തിരിഞ്ഞ് പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, 3.5 വർഷക്കാലം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതിന്. ആദ്യം തന്നെ പ്രസംഗം മലയിലെ പ്രസംഗമായിരുന്നു. ആദ്യത്തെ പ്രസംഗം മലയിലെ പ്രസംഗത്തിൽ എന്നാ പഠിപ്പിച്ചത്? ശത്രുക്കളെ സ്നേഹിക്കുവാൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരു കർണം തടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കുവാൻ എന്നെല്ലാം പറഞ്ഞ് എല്ലാം പഠിപ്പിച്ചു വെച്ചു. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? തിടുക്കക്കാരനായതുകൊണ്ട് പിച്ചാത്തിയെടുത്ത് ഒരു കീറി. കണ്ടോ? തിടുക്കക്കാർക്ക് പറ്റുന്ന അനുഭവങ്ങളാണിത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ധ്യാനം കൂടുമ്പോൾ സത്യത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കന്യകമറിയാം അമ്മ നിൽക്കുന്നത് പോലെയാണ് ആ പാട്ട് പാടിക്കൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ കാണുന്നത്. പക്ഷേ വീട്ടിൽ എന്നതിൽ ഒരു പ്രതിസന്ധി വരട്ടെ, ഇതെല്ലാം അങ്ങോട്ട് മാറ്റിവെക്കും. കീർത്തന പുസ്തകം അങ്ങോട്ട് മാറ്റിവെക്കും. എന്നിട്ട് പറയും, ആരൊക്കെ നോക്കാമെന്ന് പറയും. ഞായറാഴ്ച വരെ ഇനി അവസരമുണ്ട്, ആരൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയും. അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മൾ തിടുക്കം കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ശാന്തമായി കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് നിൽക്കണം. അപ്പോൾ തിടുക്കം കൂട്ടിക്കൊണ്ട്, അതുകൊണ്ടാണ് സങ്കീർത്തനം 32 പറയുന്നത്. സങ്കീർത്തനം 32:9, നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. നീ കുതിരയെ പോലെ എടുത്തു ചാടാൻ പോകരുത്. പോയാൽ എന്ത് സംഭവിക്കും പ്രിയമുള്ളവരെ? നമ്മുടെ സ്പീഡ് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ അപകടങ്ങൾ കൂടാനിടയായി തീരും. അതുകൊണ്ട് നീ ശാന്തമായിട്ടിരിക്കുക. കോവർ കഴുതിയെപ്പോലെ എന്താകരുത്? നീ പിടിച്ചു നിൽക്കുകയും ചെയ്യരുത്, വെറുതെ ഒരിടത്ത് നിൽക്കരുത്. നീ കർത്താവിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പ്രാർത്ഥനാപൂർവം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഒരു 10, 12, 15 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, സുവിശേഷത്തിന് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ കോഴ്സ് പഠിക്കാൻ വന്നപ്പോൾ പ്രിയമുള്ളവരെ, ഈ കോട്ടയത്തുള്ള ഒരു ലേഡി ഡോക്ടറും സുവിശേഷം പഠിക്കാൻ വേണ്ടി വന്നു. ആ പുള്ളിക്കാരത്തി സുവിശേഷമൊക്കെ പഠിക്കാൻ വളരെ താല്പര്യത്തോടെ വന്നതോട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. 21 വയസ്സേ എനിക്കുള്ളൂ. അപ്പോൾ അനേകം പേരവിടെ പഠനത്തിന് വന്നിട്ടുണ്ട്. എല്ലാവരും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ളവരാണ് കൂടുതലും പേര്. അപ്പോൾ അതിനകത്ത് എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട്, അതിനകത്ത് ഒരു ഡോക്ടറും ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് നല്ലൊരു വിശ്വാസിയായിരുന്നു, ഇപ്പോൾ പുള്ളിക്കാരന് വിശ്വാസം പോയി. ഞാൻ ചോദിച്ചു, എന്താണ് വിശ്വാസം പോകാറ്? എന്നിട്ട് പറഞ്ഞു, സത്യത്തിൽ എൻ്റെ ഭർത്താവ് യേശുവിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ദിവസം തല്ലി ഉടച്ചെന്നു. ഞാൻ ചോദിച്ച കാര്യം എന്താണ്? അന്നേരം പറഞ്ഞു,
ഇതാ ഭാര്യയോട് പറഞ്ഞു, നീ പറയുന്ന യേശുവിനെ ഞാൻ വിശ്വസിക്കാം, ഈ പ്രാവശ്യം PGക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന്. PGക്ക് പരീക്ഷ എഴുതി തോറ്റു. അന്ന് യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ എടുത്ത് തല്ലി ഉടച്ച് ദൂരെ കളഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരത്തി ആകപ്പാടെ വിഷമത്തിലാണ്. ഇനി യേശുവിനെ ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അഭ്യാസം യേശുക്രിസ്തു ഞങ്ങളുടെ വീട്ടിൽ നടത്തിയാലേ ഉള്ളൂ ഇത് വിശ്വസിക്കത്തുള്ളൂ. എന്തായാലും തമ്പുരാൻ വേറൊരു അഭ്യാസം അവിടെ ചെയ്ത് ഈ ഫോട്ടോ തല്ലി ഉടച്ചേച്ച് അവർ ഭാര്യ ചീളെല്ലാം പെറുക്കി ചില്ലെല്ലാം പെറുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ അപ്പുറത്തെ മഠത്തിലെ കന്യാസ്ത്രീമാർ 2 പേര് കയറി വന്നത്. കന്യാസ്ത്രീമാർ കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കുറച്ച് ദിവസമായി കാണണമെന്നിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞ് കൊടുത്തു. എന്താണ് കൊടുത്തത്? അതുപോലത്തെ തന്നെ ഒരു യേശുവിൻ്റെ ഫോട്ടോ. അതോടുകൂടി പുള്ളിക്കാരന് മനസ്സിലായി, തല്ലി ഇറക്കിയാലും പോവുകയില്ലാത്ത പാർട്ടിയാണ് ആര്? യേശു. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യം എഴുതി, എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞ്, സത്യത്തിൽ ദൈവം ഒരുപക്ഷെ നമ്മളെ അങ്ങനെ കിട്ടാനായിട്ട് ചിലപ്പം നമ്മളെ ദൈവം അനുവദിക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ നമ്മളെ പരിശീലിപ്പിക്കാൻ പോകുന്ന അങ്ങനെ ആയിരിക്കുകയില്ല. പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മളുടെ വഴികൾ ഏതെന്ന് നിർണയിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും ആരാണ്? നമ്മുടെ കർത്താവാണ്.